രാജ്കുമാർ റാവു, നമ്മുടെ സ്വന്തം രാജ്കുമാർ റാവു, ആളുടെ ഒരു എ റേറ്റഡ് ഗാങ്സ്റ്റർ പടം. ഫീൽ ഗുഡ് പടമല്ല, അണ്ണൻ കംഫേർട്ട് സോണിന്റെ പുറത്ത് വന്ന എ റേറ്റഡ് രക്തം തെറിക്ക് തെറിക്ക് ഗാങ്സ്റ്റർ പടം OTT വന്നിട്ടുണ്ട്. മാലിക് ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ മാലിക്കും ഫഹദ് ഫാസിന്റെ മാലിക്കും ഒന്നാണോ എന്ന് പലരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും കൺഫ്യൂസ്ഡ് ആയി. വെള്ളയും ഇട്ട് നിൽക്കുന്നുണ്ട്, കയ്യിലൊരു AK-56 ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പറയാൻ പറ്റില്ലല്ലോ, ബോളിവുഡ് ചിലപ്പോൾ ഫീൽ ഗുഡ് മൂവീസ് റീമേക്ക് ചെയ്തിട്ട് അതിൽ വേൾഡ് വാർ വരെ അവർ നടത്തും. സോ നോക്കിയപ്പോൾ അങ്ങനെയല്ല, ഇത് വേറെ ടൈപ്പ് ഗാങ്സ്റ്റർ പടം. ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, ഓൾഡ് വൈൻ ഇൻ ഓൾഡ് ബോട്ടിൽ കേട്ടിട്ടുണ്ട്. അതാണ് മാലിക്. നമ്മുടെ ലാലേട്ടന്റെ അഭിമന്യു, ഷാറുഖ് ഖാന്റെ റൈസ് അല്ലേ അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു, അത് പിന്നെ നമ്മുടെ ദിലീപ് ഏട്ടന്റെ ബാൻഡ്ര. സോ ബാൻഡ്രയിലുള്ള ദിലീപ് ഏട്ടന്റെ അതേ ലുക്കാണ് ഇതിൽ രാജ്കുമാർ റാവുവിന്. അതിന്റെ ഒക്കെ ഒരു മിക്സ്. ഈച്ച് ആൻഡ് എവറി സീൻ പ്രെഡിക്റ്റബിൾ ആണ്. ആര് ചാവും, ആര് ചതിക്കും, ആരൊക്കെ കൊല്ലും. പിന്നെ എ റേറ്റഡ് കൊടുത്തിട്ടുണ്ട്. രക്തം തെറിക്കിയെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ക്ലീഷേ ഗാങ്സ്റ്റർ ഡ്രാമ ഒരു 2000-ലൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് വെച്ച് ചിലപ്പോൾ വൻ ഹിറ്റായി മാറിയേനെ. നമ്മുടെ 2017 മിസ് വേൾഡ് ആയ മാനുഷി ചില്ലാർ ആണ് ഇതിൽ നായിക. വെറുതെ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ, ആള് വലിയ കിടുവായിട്ട് പെർഫോം ചെയ്തിട്ടൊന്നുമില്ല. ഒരു രസം, ഒരു മനസ്സുഖം, എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആളുടെ ഒരുവിധം പടങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കും. വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഈ പാടത്ത് നമ്മൾ കലം ഒക്കെ വെക്കില്ലേ. സോ രാജ്കുമാർ റാവു അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അണ്ണനെ കൊണ്ട് പറ്റുന്ന പണിയല്ല മാസ്. സോ മാസ് ആ ഒരു സീൻ പുൾ ഓഫ് ചെയ്യുക പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഷാറുഖ് ഖാൻ, ഷാഹിദ് കപൂർ ഇവരൊക്കെയാണെന്ന് വെച്ചാൽ കിഡു ആവേണ്ട പടം ആയനെ അത്ര പറയാനുള്ളൂ. കാരണം ഇതിന്റെ കഥയൊക്കെ വേസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം സ്ക്രീൻ പ്രസൻസ് എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അണ്ണനെ കൊണ്ടൊന്നും പറ്റില്ല. ആൻഡ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു BGM ഒരു നശിച്ച BGM ആണ്. വലിയ സുഖമൊന്നുമില്ല. ഒരു സീൻ ഉണ്ട് കേട്ടോ, അതിൽ ഒരു കിഡു സീൻ ഉണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ട്. അണ്ണന്റെ പേര് ദീപക് എന്നാണ്. ദീപക് എങ്ങനെ മാലിക്കായി എന്ന് കാണിക്കുന്ന സീൻ ഉണ്ട്, ഫ്ലാഷ് ബാക്ക്, വൻ കിഡു സാധനമാണ്. അതിലൊരു BGM ഇടുന്നുണ്ട്. അതന്നെ എല്ലാവരുടെയും കൊണ്ട് കുത്തിക്കയറ്റിയാൽ മതിയായിരുന്നു. സ്റ്റിൽ ഇതിലും ഭേദമായേനെ. ബാക്കിയൊക്കെ വേസ്റ്റ് BGM. ആൻഡ് ഇതിൽ ഐറ്റം ഡാൻസ് ഉണ്ട്. സോ ഗാങ്സ്റ്റർ പടമാണ്, ഐറ്റം ഡാൻസ് വേണമല്ലോ. ഹുമ ഖുറൈശിയാണ് ഡാൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇത്രയും നിർഗുണ ഒരു ഐറ്റം ഡാൻസ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒന്നും തോന്നുന്നില്ലേ കണ്ടു കഴിഞ്ഞാൽ. ഇത് ഷാറുഖ് ഖാന്റെ പടത്തിലൊക്കെ കണ്ടില്ലേ, കിഡു സാധനമായിരുന്നു. ആൻഡ് ഇത് ഭയങ്കര നിർഗുണ ഒരു ഐറ്റം നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ഹുമ ഖുറൈശിയൊക്കെ കിടിലം പടം ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ അവസാനം പോയിട്ട് ഇതൊക്കെയാണ് പണി. വലിയതായിട്ട് ഒന്നും എടുത്തു പറയാനില്ല ഈ സിനിമയിൽ. സോ മാലിക് എന്നുള്ള ആള്, അണ്ണൻ കുറച്ച് സൈക്കോ ആണ്. എന്താ സൈക്കോ പറയുമ്പോ, ഭാര്യയുടെ ഡിമ്പിൾ അഥവാ നുണക്കുഴിക്ക് വേണ്ടിയിട്ടാണ് അണ്ണൻ ഗാങ്സ്റ്റർ ആയി എന്നാ പറയുന്നത്. ഈ രക്തം തെറിക്ക് കൊലപാതകി ആയത്. അണ്ണ രണ്ട് ഡയറി മിൽക്കിൽ കിട്ടാവുന്ന സാധനമാണ് ഈ ഡിമ്പിളും നുണക്കുഴിയൊക്കെ. അതിനാണ് നിങ്ങൾ പോയി ഗാങ്സ്റ്റർ ആയത്. അതേപോലെ തന്നെ ആരെങ്കിലും കൊല്ലരുത് പറഞ്ഞിട്ട് വന്ന് കാല് പിടിച്ചു കഴിഞ്ഞാൽ അണ്ണൻ തുപ്പും, എന്നിട്ട് അത് നക്കാൻ പറയും, എന്നിട്ട് അവനെ കൊന്നുകളയും. അങ്ങനത്തെ കുറച്ച് സൈക്കിക് ബിഹേവിയർ ഉള്ള ഒരു ക്യാരക്ടറാണ്. 2.5 മണിക്കൂർ എന്തുകൊണ്ട് ആമസോൺ പ്രൈമിൽ സൈക്കില്ല. 2.5 മണിക്കൂർ കണ്ടു തീരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാജ്കുമാർ റാവുവിന്റെ പെർഫോമൻസിന് വേണ്ടി മാത്രം വേണമെങ്കിൽ കാണാം. അതും മാസ് പടം എന്നുള്ള രീതിയിലൊന്നും കണ്ടു കഴിഞ്ഞാൽ വർക്കാവില്ല. വില്ലൻ അടുത്ത് നിർഗുണൻ, പിന്നെ അടുത്ത് വന്നിട്ട് ഇന്ന ആള് ചതിക്കും, ഇന്ന ആള് മരിക്കും, ഒക്കെ ഈച്ച് ആൻഡ് എവറി സീൻ പ്രെഡിക്റ്റബിൾ ആണ്. വലിയ സുഖമൊന്നും തോന്നിയില്ല. സ്റ്റിൽ രാജ്കുമാർ റാവുവിന്റെ പടമായിട്ട് കണ്ട. അണ്ണന് പറ്റിയത് കംഫേർട്ട് സോണിലുള്ള കളിയാണ്. പക്ഷെ ഇപ്പൊ കംഫേർട്ട് സോണിലുള്ള കളി വരെ കോമാളിത്തരമായി മാറിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ബൂൾചുക് മാഫ് വന്നിട്ട് ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് അതിൽ തന്നെ അണ്ണന്റെ കോമാളിത്തരം സഹിക്കാൻ പറ്റാതെ. സോ രാജ്കുമാർ റാവു നല്ല സ്ക്രിപ്റ്റ്സ് എടുക്കുമെന്ന് വിചാരിക്കാം. സോ വേണ്ടവർ കണ്ടുവെക്കാം. ആമസോൺ പ്രൈം അവൈലബിൾ ആണ്.